ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ബേക്കറികളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും വളരെ നേരിയതായിട്ടുള്ള കുറേ ലെയറുകളായിട്ടുള്ള ഷീറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബട്ടർ ഉള്ളിൽ വെച്ച് ഫോൾഡ് ചെയ്യുകയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. ഇതുകൂടാതെ ബേക്കറി സ്റ്റൈലിലുള്ള എഗ് പഫ്സിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. ഇത് ഈ ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിന് അങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല. ഈ പൊടി കുഴക്കാൻ ആവശ്യമായ അത്രയും വെള്ളമാണ് വേണ്ടത്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ചെറിയ ചെറിയ ഉരുളകളാണ് ഞാൻ എടുക്കുന്നത്. ഒരു പൂരിക്ക് എടുക്കുന്നതിനേക്കാളും അതിൻ്റെ ഒരു പകുതിയോളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത്രയും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ ഒരു 6 ഉരുളകളാണ് ഇതുപോലെ ആക്കുന്നത്. 6 എണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പരത്താൻ വേണ്ടി ഞാൻ അല്പം മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പൊടിയിൽ ഈ ഉരുളകൾ ഓരോന്നും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു പൂരിക്ക് പരത്തുന്ന അത്രയും വലുപ്പത്തിൽ പരത്താം. ഇതിപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. വളരെ നേരിയതായിട്ട് തന്നെയാണ് പരത്തിയിട്ടുള്ളത്. ഇതുപോലെ 6 എണ്ണവും നമുക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ 6 ലെയറുള്ള പഫ് ഷീറ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ 6 പൂരി ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കണം. ഞാൻ അതിന് വേണ്ടി ഇവിടെ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്. ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ പൂരിയുടെ മുകളിലായിട്ട് നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കാം. നല്ലോണം പുരട്ടി കൊടുക്കണം. ബട്ടർ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. ഞാൻ അതിന് വേണ്ടി ഇവിടെ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ കോൺഫ്ലോർ വിതറി കൊടുക്കുക. എന്നിട്ട് കൈവച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത പൂരി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. വീണ്ടും കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ 6 പൂരിയും ഇങ്ങനെ അട്ടിയായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ബട്ടറും അതിൻ്റെ മുകളിലായിട്ട് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് പൂരി വെച്ച് കൊടുക്കാം. ഇനി ബട്ടറൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. നമുക്കിത് 6 എണ്ണവും കൂടി ഒരുമിച്ച് വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഈ 6 എണ്ണം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ കഴിയും. മാത്രമല്ല നമ്മൾ വെച്ചിരിക്കുന്ന പൂരി വളരെ നേർത്ത നല്ലൊരു കടലാസ് പോലെയുള്ള അത്രയും നേരിയതായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ പരത്തി കഴിയുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 ലെയറൊക്കെ ആക്കാം. 10 പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം 10 ലെയറായിട്ടൊക്കെ ഈ ഷീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 6 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയറിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ നേർത്ത പേപ്പർ പോലെയാണ് ഇത് ഉണ്ടാവുക. മാത്രമല്ല ബട്ടറിൻ്റെ ഒരു നല്ല ഫ്ലേവറും കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് ഈ പഫ് ഷീറ്റ്. ഇതിപ്പോൾ ഞാൻ വളരെ നേരിയതായിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം.
4 സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഷീറ്റ് 4 പഫ്സിനുള്ളതാണ് ഉണ്ടാവുക. ഞാനിതിപ്പോൾ 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും, വളരെ നേരിയ ലെയറുകളായിട്ടാണ് ഇതിരിക്കുന്നത്. ഞാൻ കട്ട് എടുത്ത പീസാണിത്. ഇനി ഇത് നമുക്ക് 4 ആയിട്ട് കട്ട് ചെയ്യാം. കണ്ടില്ലേ, ലെയറുകളായിട്ടാണ് ഇത് ഇരിക്കുന്നത്. പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടും. ഒന്നുകൂടി നമുക്കിതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കാം. ഈ ഷീറ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മുഴുവൻ പഫ്സ് ഷീറ്റും പരത്തിയെടുക്കാം. നമുക്കിനി എഗ് പഫ്സ് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അതാകുമ്പോൾ ഈ മസാലയും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ട് യോജിച്ച് നല്ലൊരു അല്പം ഒരു ഗ്രേവി പരുവത്തിൽ നമ്മുടെ പഫ്സിൻ്റെ മസാല കിട്ടും. അധികം ഡ്രൈ ആയി പോവില്ല. 2 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഈ മസാല ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച പഫ്സ് ഷീറ്റിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് ബട്ടർ പുരട്ടണം. എല്ലാ ഷീറ്റിൻ്റെ മുകളിലും ബട്ടർ പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഓരോന്നിലും 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓരോ മുട്ടയും 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇതുപോലെ 2 സൈഡിൽ നിന്നും പിടിച്ച് മടക്കിയെടുക്കാം. അല്പം വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോവും. വെള്ളം തടവിയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 4 ഭാഗത്തൊന്നും മടക്കിയിട്ടോ അല്ലെങ്കിൽ സമൂസൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഞാനിത് 4 ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊന്നും ഒട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മുഴുവനായിട്ട് നന്നായി കവർ ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ 8 പഫ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ചു വെച്ച് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പഫ്സിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കണം.
ഞാനിതൊരു അലൂമിനിയം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അലൂമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ഇതിവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് ഈ പാത്രം. ഞാനിത് തുറന്ന് ഈ പഫ്സ് വെച്ച അടപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെക്കാം. എന്നിട്ട് നല്ല വെയിറ്റുള്ള ഇതുപോലെ എന്തെങ്കിലും സാധനം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് പോവാതെ നിന്നോളും. നല്ല വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു 40-45 മിനിറ്റ് എടുക്കും ഈ പഫ്സ് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ പഫ്സിൻ്റെ ഷീറ്റ് ബാക്കി മുഴുവനും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. പരത്തിയതിന് ശേഷം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-35 ഷീറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവ് ഉപയോഗിച്ച് ഇത്രയധികം ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 ലെയർ വരെയൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഭാഗമാണിത്. ഇത് കളയൊന്നും വേണ്ട. ഇത് ഫ്രൈ ചെയ്തെടുക്കുകയോ ബേക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ രുചിയേറിയൊരു പലഹാരമാണിത്. ഇനി നമുക്ക് ഈ പരത്തി വെച്ച പഫ് ഷീറ്റ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓരോന്നിൻ്റെയും ഇടയിൽ ഇതുപോലൊരു ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും നമ്മൾ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ. ഓരോ ലെയർ വെച്ച് കഴിയുമ്പോഴും അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഞാനിത് മുഴുവൻ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ ഇത് നമുക്ക് 1 മാസം മുതൽ 1.5 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ 1-2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ച് നമുക്കിത് യൂസ് ചെയ്യാം. വെജിറ്റബിൾ പഫ്സും എഗ് പഫ്സും ചിക്കൻ പഫ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം 3/4 മണിക്കൂർ ആയിട്ടുണ്ട് വെച്ചിട്ട്. പഫ്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം ഇതിൻ്റെ ലെയർ എങ്ങനെ ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും കുറേ ലെയറുകളായിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും വളരെ നേരിയ തൊലിയാണിതിന്. മാത്രമല്ല ഇത് ഒട്ടും ഹാർഡും അല്ല. നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞു വരും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. ഈ പാസ്ട്രി ഉപയോഗിച്ചിട്ട് നമുക്ക് പഫ്സ് മാത്രമല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാനും വളരെ ഉപകാരപ്പെടും. ഈ തൊലി നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്കിത് നല്ല ഉപകാരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക്